ഹലോ കൂട്ടുകാരെ അപ്പം ഞാൻ ഇന്ന് പാസ്ത ഉണ്ടാക്കുന്നത് പണിപ്പുരയിലാട്ടോ. ഇത് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ടേസ്റ്റിയാണത്. നമ്മൾ മറ്റുള്ളവർ കുറേ പേരുടെ പാസ്ത കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ പാസ്ത ഒരു വെറൈറ്റിയാണ്. ഇതിന് ഞാൻ ചേർത്തിരിക്കുന്നത് ഉള്ളി, തക്കാളി, ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ, പച്ചമുളക്, ക്യാപ്സിക്കം, തക്കാളി, ഇത്രയും സാധനമായിട്ട് നന്നായിട്ട് വഴറ്റി അതിനുശേഷം മസാലപ്പൊടി, മുളക്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾ ഇത് കുറച്ചിട്ട് ഇതിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ പാസ്ത ബോയിൽ ചെയ്തിട്ട് അതിന് ശേഷം ഒരു ഗാർലിക്ക് ശരിക്കും സ്റ്റവിൽ വെച്ച് നന്നായിട്ട് ഞാൻ ചുട്ടെടുത്തു. അതും പിന്നെ തക്കാളി ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അതും കൂടെ മിക്സിയിലിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി. നമ്മളൊക്കെ വെളിയിൽ നിന്നല്ല വാങ്ങുന്ന തക്കാളി പേസ്റ്റ്, ഞാൻ സ്വന്തം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ്. അതുപോലെ തന്നെ മീറ്റില്ലേ, നമ്മുടെ ഹീമ, ബീഫിൻ്റെ ഹീമ ഒരു എത്രയും 1.5 പൗണ്ട് മേടിച്ചു. അതും കൂടെ ബോയിൽ ചെയ്ത് ഇതിലിട്ട് നല്ലതായിട്ട് മസാലയൊക്കെ ചേർത്ത് വഴറ്റി കുക്കറിലിട്ട് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വേകും. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കുക. വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് ഒന്നും കൂടെ വേവിച്ചതിന് ശേഷം ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പറയാൻ പറ്റത്തില്ല അതിൻ്റെ ടേസ്റ്റ്. അതോടൊപ്പം നിങ്ങൾക്ക് മുട്ട എന്തെങ്കിലും വേണമെങ്കിൽ ഓൾറെഡി പ്രോട്ടീൻ ഉണ്ട് ഇതിൽ, അങ്ങനെയാണെങ്കിൽ അതും ബോയിൽ ചെയ്ത് ഇതിലിടാം. ഞാൻ 2 മുട്ട വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ബോയിൽ ചെയ്തിടാൻ ഓർത്തോണ്ടാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്. ഹലോ കൂട്ടുകാരെ, അപ്പം ഇന്ന് നല്ല കാറ്റാണേ, അതുപോലെ തന്നെ നല്ല തണുപ്പ്. അയ്യോ, എന്നാലും ഒരു 20 മിനിറ്റെങ്കിലും നടക്കാമെന്നുള്ള പ്ലാനിൽ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നടക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം നടത്താം. നമ്മളെത്ര പ്രതിസന്ധിയിലും എങ്ങനെയാണെങ്കിലും നമ്മൾ തീരുമാനിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, നടന്നേ പറ്റുള്ളൂ. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇനി ഈ വിൻ്റർ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും ചായ ഇട്ട് കുടിക്കലും ബിസ്ക്കറ്റ് കഴിക്കലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കലും പരിപാടിയായിരിക്കും. കാരണം ഈ തണുപ്പത്തുള്ളിലിരിക്കുക തന്നെയല്ലേ, ബോറടിക്കുമല്ലോ. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കൽ കൂടുതലാണ്. അപ്പോൾ അതിനൊരു ചെറിയ എക്സർസൈസ് പോലും ഇല്ലാതെ നമ്മൾ ഈ വിൻ്റർ ആകുമ്പോൾ ആദ്യം തന്നെ മടി വരുമല്ലോ ഓട്ടോമാറ്റിക്കലി. ജോലിയും കഴിഞ്ഞ് വന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു സെർട്ടൺ ഏജ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതും ചെറുപ്പക്കാരും എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്.